നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി എന്ന് പറയുമ്പോൾ ഞാൻ കുറേ ചിക്കൻ കറി ഇട്ടിട്ടുണ്ട്. ഇതിന്റെ വേറൊരു വേർഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും. കാരണം കുറച്ച് ക്രീമിയാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ക്രീമി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വേറെ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം നമ്മുടെ വീട്ടിലുള്ളതാണ്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചപ്പാത്തിയുടെ കൂടെ, നാണിന്റെ കൂടെ, ഈവൻ ഇന്നലെ ചോറിന്റെ കൂടെ, നമ്മുടെ സാധാ ചോറിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഫീഡ്ബാക്ക് പറയാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഒട്ടും താമസിച്ച് നമുക്ക് എങ്ങനെയാണ് രുചികരമായ ചിക്കൻ കറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. നല്ല ക്രീമിയാണ്, നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അതുപോലെ തന്നെ പുലാവിന്റെ കൂടെ എല്ലാത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ആണ്. അതേസമയം നിങ്ങൾക്ക് എല്ലോട് കൂടിയുള്ള ചിക്കൻ ഉപയോഗിക്കാം. ഇവിടെ പിള്ളേർക്ക് ബോൺലെസ് ചിക്കൻ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന്റെ പീസസ് നമുക്ക് മാറ്റി വെക്കാം. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു കടായി അടപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ അല്ലെങ്കിൽ ബട്ടറോ നെയ്യോ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ അതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. എണ്ണ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 സവാള, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം. നീളത്തിലരിഞ്ഞ സവാളയാണ്. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായാലും കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂണേ ഇതും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ സവാളയൊക്കെ ഗോൾഡ് കളർ ആവുന്ന വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ താഴത്തെ ഭാഗം കരിഞ്ഞു പോകും, മേലത്തെ ഭാഗം അങ്ങനെ കിടക്കുകയും ചെയ്യും കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ചെറിയതായിട്ടൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര ആവണേ, എന്നാൽ മാത്രമേ കറിക്ക് രുചി കൂടുള്ളൂ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇനി തീ കുറച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് തീ മാറ്റുക. അതിനുശേഷം ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പെരുംജീരകത്തിന്റെ പൊടി 1/4 ടീസ്പൂൺ, പെരുംജീരകത്തിന്റെ പൊടി ഇല്ലെങ്കിൽ പെരുംജീരകം ചതച്ച് ചേർത്താലും മതിയാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട സമയത്ത് തന്നെ പെരുംജീരകം കൂടെ ചതച്ച് ചേർക്കണേ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂൺ ആണ്, ടീസ്പൂൺ അല്ല. അതേപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും കൂടെ ചേർത്തല്ലോ. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലൊരു 3-4 മിനിറ്റ് ഇതങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിന്റെ പച്ചമണം നന്നായി മാറിയെന്ന് ഉറപ്പ് വരുത്തണം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പച്ചക്കുത്ത് മുന്നോട്ട് നിൽക്കും. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്. എന്നാലും എടുത്തെടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് വീഡിയോ നമ്മുടെ ചാനൽ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചെറിയ തീയിലിടണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും മസാലയൊക്കെ. ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഇതിലോട്ട് ഈ സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഇനിയും വേണം, പിന്നെ ലാസ്റ്റ് നമുക്ക് ചേർക്കേണ്ടതാണ്. ഇപ്പൊ 1/2 ടീസ്പൂൺ മതി. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് വഴറ്റാം. അപ്പൊ നമ്മുടെ മസാലക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു വലിയ തക്കാളി അരിഞ്ഞിടാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യണേ. ഈ തക്കാളിയൊക്കെ ഉടഞ്ഞ് ചേരണം ഇതിലോട്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. തക്കാളി ഇട്ടതിന് ശേഷം നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് അങ്ങ് വേവിക്കുക. അപ്പൊ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. എന്നാലും നമുക്ക് വെള്ളം വേണ്ടി വരും. അപ്പൊ ആദ്യം തന്നെ വെള്ളം ഒഴിക്കണ്ട. ഇതിൽ നിന്ന് വെള്ളം വന്നതിന് ശേഷം നമുക്ക് എത്ര വെള്ളം വേണമെന്നുള്ളത് തീരുമാനിക്കാം. അപ്പൊ നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചിക്കന് പകരമായിട്ട് മഷ്റൂം, സോയ, അതുപോലെ തന്നെ പനീർ, കോളിഫ്ലവർ ഒക്കെ റീപ്ലേസ് ചെയ്യാം കേട്ടോ ചിക്കന് പകരമായിട്ട്. ഈവൻ മട്ടൺ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ മസാലയൊക്കെ കുറച്ചും കൂടെ വേണ്ടി വരും. അപ്പോൾ ഈ റെസിപ്പി നമുക്ക് ഏത് വെച്ചിട്ടും ചെയ്യാം. അടച്ചു വെക്കാം. നമ്മുടെ മൂടി തുറന്നപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത്രയും വെള്ളം പോരാ നമുക്ക്. അപ്പോൾ 2 കപ്പും കൂടെ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഞാൻ ഇതിലോട്ട്. എന്നിട്ട് ഇതിൽ കിടന്നത് നന്നായിട്ട് ചിക്കൻ കുക്കാവട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേറൊരു ഐറ്റം ഒഴിച്ചു കൊടുക്കാനുണ്ട്. മൂടി വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നോക്കി, ഉപ്പ് പോരാ, കുറച്ചും കൂടി ഇടണം. നമ്മൾ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു 1/4 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അണ്ടിപ്പരിപ്പിന്റെ പേസ്റ്റ് ആണ്. അതേസമയം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പിന്റെ പേസ്റ്റ് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പിന്റെ പേസ്റ്റിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കാഷ്നട്ടാണ് പ്രിഫർ ചെയ്യുന്നത്. ഒരു 12 കാഷ്നട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു.
അതിനുശേഷം നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കണേ. അപ്പൊ അതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. കാഷ്നട്ടിന്റെ പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് മാറും. അപ്പൊ നിങ്ങൾക്ക് നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അളവ് കുറച്ചും കൂടി കൂട്ടി കൊടുക്കണം. അതല്ലെങ്കിൽ ഒരു സെമി മീഡിയം ഗ്രേവി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കും. പിന്നെ കാഷ്നട്ട് കുക്കാവാൻ സമയം പിടിക്കും. ഒരു 3-4 മിനിറ്റ് ഈ പേസ്റ്റ് ചേർത്തതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കണേ. അപ്പൊ കട്ടി തേങ്ങാപ്പാലാണെങ്കിൽ നമുക്ക് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ചൂടാവുന്ന സമയത്ത് അങ്ങ് ഓഫ് ചെയ്ത് അടപ്പ് മാറ്റി വെക്കണം. അല്ലെങ്കിൽ അതങ്ങ് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് ചപ്പാത്തിയുടെയും നാനിന്റെയും പൂരിയുടെയും ഈവൻ നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള പുലാവിന്റെയും എല്ലാത്തിന്റെയും കൂടെ നല്ലതായിട്ട് ചേർന്ന് പോകുന്ന ഒരു കറിയാണ്. അപ്പോൾ ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുക്ക് ആയതിനു ശേഷം നമുക്കങ്ങ് ഓഫ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയുള്ളി കാഴ്ച ഒഴിക്കും. പക്ഷെ ഞാൻ ചെറിയുള്ളി ഒന്നും കാഴ്ച ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പൊ നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. പിന്നെ നമ്മളെ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ ഒരു നുള്ളു പഞ്ചസാര ഞാനിതിൽ ചേർക്കുന്നുണ്ട്. ആ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേസമയം നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഒരു നുള്ളു മാത്രം. ആ ടേസ്റ്റിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു ഗ്രേവിയാണിത്. നല്ല രുചിയാണ് കഴിക്കാൻ. നിങ്ങൾക്കിപ്പോൾ ആ സവാളയും വഴറ്റി നമ്മുടെ തക്കാളിയൊക്കെ ഇട്ടതിന് ശേഷം വരുന്ന ഒരു മസാലയില്ലേ വേണമെന്നുണ്ടെങ്കിൽ അത് അരച്ചെടുക്കാം ചൂടാറിയതിന് ശേഷം. അതിനുശേഷം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അപ്പൊ പിന്നെ ഒട്ടും തന്നെ സവാള കടിക്കാൻ കിട്ടില്ല. കുട്ടികൾക്കൊക്കെ നമ്മുടെ കിഡ്സ് സ്പെഷ്യൽ മുട്ടക്കറിയില്ലേ അതേ റെസിപ്പി തന്നെയാണ്. അങ്ങനെ ഉണ്ടാക്കാം. പക്ഷെ ഇതിലും സവാളയൊന്നും കാര്യമായിട്ടില്ല. കാരണം സവാള നമ്മൾ അത്രയും വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 4 മിനിറ്റ് ഇത് കുക്കായിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. അവസാനമായിട്ട് കുറച്ചും കൂടി കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കാം. പക്ഷെ നല്ല എരിവുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ എരിവ് കൂടും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണേ. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത്ര എരിവ് ഇടണ്ട. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വരാനായിട്ട് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും. അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. വെളിച്ചെണ്ണയും കൂടെ അങ്ങ് തൂക്കി കൊടുക്കാം. ഞാൻ ഇന്നിപ്പോൾ ഇതിന്റെ കൂടെ സെർവ് ചെയ്യാൻ പോകുന്ന ഈസി പുലാവാണ്. കാഷ്യൂ പുലാവ് ആന്ധ്ര സ്റ്റൈലില്. നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു നുള്ള് ഗരം മസാല ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് രാവിലെയൊക്കെ ഉണ്ടാക്കി വൈകുന്നേരത്തേക്കായിരിക്കും ഏറ്റവും സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാക്കി നാളേക്ക് പിന്നെ പറയേ വേണ്ട. അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി റിച്ച് ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ഞാൻ അതിന്റെ കൂടെ സെർവ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൂപ്പർ സിമ്പിൾ ആയിട്ടുള്ള അതേസമയം ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുലാവാണ് കേട്ടോ. അതിന്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി. അപ്പൊ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.